തയ്യാറായി തോണ്ടി എടുക്കേണ്ടി വരും നമ്മളെപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ കറക്റ്റ് കളർ അറിയണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പാടാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് എല്ലാം തുളച്ചെടുക്കണ്ടേ. ഹായ്, വെൽക്കം ടു ദിലാഹിയ. അപ്പൊ ഇന്ന് ഞാൻ നല്ല സൂര്യവെട്ടമൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിച്ചു തരാം. കാരണം നമ്മൾ വെട്ടത്തിരുന്നാലേ നോ മേക്കപ്പ് ലുക്കാണ്. ജസ്റ്റ് ഫേസ് വാഷ് ഇട്ടതേ ഉള്ളൂ. ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടേക്കാണ്. അപ്പം നമുക്ക് എൻ്റെ സ്കിൻ ടോണിന് ഈ കളർ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം എൻ്റെ ഇത്രയും ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇത് കൂടുതലുണ്ട്. ഇപ്പം നോക്കിയിട്ട് ഇത്ര കിട്ടിയുള്ളൂ. അപ്പം ഇതെല്ലാം ഞാൻ ഓരോന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ സൂര്യവെട്ടം ഉണ്ടായതുകൊണ്ട്, സൺലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇപ്പം കറക്റ്റ് ആ ഒരു എന്താ പറയുക ടെക്സ്ചറും പിന്നെ ആ ഒരു കളറും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നിൽ വരുമ്പോൾ. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ലൈറ്റ് വെട്ടം കാരണം നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പം ഞാൻ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ തന്നെ ഇത്രയും ഒരു എലവേറ്റ് ചെയ്യും നമ്മുടെ ലുക്ക്. ആ ഒരു ഗ്ലോ വരും. അതാണ് ഡാർക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഫെയ്ബ് ബ്യൂട്ടിയുടെ, എനിക്ക് കറക്റ്റ് ഷെയ്ഡ് ഓർമ്മയില്ല. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഞാൻ ലിപ്സ്റ്റിക് കാണിച്ചു തരാം. ദിസ് ഈസ് ദ ലിപ്സ്റ്റിക്. ഇതാണ് ഫെയ്ബ് ബ്യൂട്ടിയുടെ ലിപ് വെബ്. ഇത് ലൈറ്റ് വെയ്റ്റ്, പിന്നെ സ്മഡ്ജ് പ്രൂഫ് ആണ് ചോദിച്ചാൽ അല്ല. അതാണ് കാരണം ട്രാൻസ്ഫർ ആവും. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് ലിപ് വിപ്പിൻ്റെ ആ ഒരു ഫോമുല ഇഷ്ടമാണ്. ലിപ് വിപ്പിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്കൊന്ന് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ ലിപ്സ്റ്റിക്ക് ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ പക്ഷേ ഇത് അന്ന് തൊട്ട് ഇപ്പോഴും എൻ്റെ വോൾട്ടിൽ ഉണ്ടാവുന്നതാണ്. ദിസ് ഈസ് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ക്രീമി മെയ്റ്റ്സ് ആണ്. ഇത് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഉണ്ടാവും. മേ ബി എല്ലാവർക്കും ഉണ്ടാവും. നല്ല പാക്കേജിങ് ആണ്. അന്നും ഇത് കണക്കിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 676 ഈസ്റ്റ് വില്ലേജ് റോസ് ആണ്. എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്കിന്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്യും. അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സ്കിൻ ടൂണിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ ഇതിടാം. ഇതൊരു വാം പീച്ച് ടൂണാണ്. പക്ഷെ ലിപ് ലൈനറായിട്ട് ഇടുമ്പോൾ ഇത് വേറൊരിതായിട്ട് തോന്നും. സോ ദിസ് ഇസ് വാട്ട് മൈ ലിപ്സ്റ്റിക്. ഇതൊക്കെ ഓരോ മൂഡ് അനുസരിച്ചാണ് ഇടുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. അടുത്തത് വന്നിട്ട് ഫേസ് സ്കാനറുടെ കംഫി മെയ്റ്റ് ആണ്. ഇത് വാവ് കംഫി മെയ്റ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കൊക്കോവ ക്രഷ് ആണ്. ഇത് തീരാറായി തോണ്ടി എടുക്കേണ്ടി വരും പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫെക്റ്റ് ബ്രൗൺ സ്കിൻ ലിപ്പാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. ഓഫീസോ കടയിലോ എവിടെയാണെന്ന് ചെയ്താൽ. ബട്ട് ഇത് ആപ്ലിക്കേറ്റർ നല്ല രസമാണ്. നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ഒരു ബ്രൗൺ ഗേൾ. ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്. പിഗ്മെന്റഡ് ലിപ്സിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇത് കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം ഇത് തീർന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ തിക്നെസ് ആയിട്ട് ഇട്ടാൽ നല്ല എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് ഫേസ് കാണിക്കും. നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഇതിന് കുറച്ച് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഏതാ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ കംഫി മെയ്റ്റ് വാവ് ലിപ്സ്റ്റിക് ഇറ്റ് ഇസ്.